നമസ്തേ. വ്യാജരേഖ ചമച്ച് IAS നേടിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ഉടൻ പുറത്താക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2015 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ആസിഫ് കെ യൂസഫ് വ്യാജ IAS-കാരനാണെന്നും കഴിഞ്ഞ 10 വർഷമായി പ്രൊബേഷൻ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഇയാളെയാണ് മുസ്ലിം ലീഗിന്റെ താൽപര്യപ്രകാരം VD സതീശൻ സർക്കാർ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാക്കാൻ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ അഴിമതി താൽപര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയാണ് ഈ തന്ത്രപ്രധാന പദവി ഒരൊറ്റ രാത്രി കൊണ്ട് ഈ വ്യക്തിക്ക് നൽകിയതെന്നും കള്ളനെ കാവലേൽപ്പിക്കുന്നതിന് തുല്യമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്കറിയാം, കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതിൻ്റെ കാരണം അവരുടേതായിട്ടുള്ള ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചില ഉദ്യോഗസ്ഥരെ, കളങ്കിത വ്യക്തിത്വങ്ങളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെ വിദ്യാഭ്യാസ വകുപ്പിൽ നിയമിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഞാൻ സൂചിപ്പിക്കാം. നമുക്കറിയാം, മന്ത്രിസഭ കഴിഞ്ഞ ദിവസം യോഗം കൂടിയതിന് ശേഷം ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ എന്ന് വെച്ചാൽ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, പഴയ DPI എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് ഒരാളെ നിയമിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ആസിഫ് കെ യൂസഫ് എന്നാണ്. ആസിഫ് കെ യൂസഫിനെ നിയമിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2015 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നാളിതുവരെയായി പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്യപ്പെടാത്ത ഒരു കളങ്കിത വ്യക്തിത്വമാണ് ഈ ആസിഫ് കെ യൂസഫ് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. അതിൻ്റെ കാരണം അദ്ദേഹം വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ചമച്ചാണ് IAS നേടി എന്നുള്ളതാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കേന്ദ്ര ഗവൺമെൻറ്റിലും കൊടുത്തിട്ടുള്ള രേഖകൾ നമ്മളുടെ കയ്യിൽ ലഭ്യമാണ്. ആ രേഖകൾ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം IAS നേടാൻ വേണ്ടി ഹാജരാക്കിയ വരുമാന സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും അസാധുവാക്കിയതാണ്, വ്യാജമാണ്. പ്രമുഖ വസ്ത്ര വ്യാപാര ശൃംഖലയായ സിറ്റി സിൽക്സ് ഉടമ KK യൂസഫിന്റെ മകനും ആ സ്ഥാപനത്തിലെ പങ്കാളിയുമായ ആസിഫ് യൂസഫിന്റെയും കുടുംബത്തിനെയും സ്വത്തുക്കൾ ഇതിനകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് 73 കോടിയിലധികമാണ്. ഭീമമായ ലാഭമുള്ള ഈ സ്ഥാപനത്തിന്റെ പാർട്ണറും കൂടിയായിരുന്നിട്ടും സിവിൽ സർവീസിന് അപേക്ഷ സമയത്ത് താൻ OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിലാണെന്നും തന്റെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം വെറും 1,80,000 രൂപയിൽ താഴെയാണെന്നും ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ലെന്നുമാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നത്. അന്നത്തെ കണയന്നൂർ തഹസിൽദാരെ സ്വാധീനിച്ചുണ്ടാക്കിയ വ്യാജ വരുമാന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റുകളാണ് ഇയാൾ കേന്ദ്ര സർക്കാരിൽ ഹാജരാക്കിയത്. ഈ വഞ്ചന ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ കേരള ചീഫ് സെക്രട്ടറിമാരായിരുന്ന ടോം ജോസഫ്, വിശ്വാസ് മേത്ത എന്നിവർ കേന്ദ്രത്തിന് അയച്ച അന്വേഷണ റിപ്പോർട്ടിൽ ആസിഫ് യൂസഫ് OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിന് അർഹനല്ലെന്നും സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും വ്യക്തമാക്കുകയും സർക്കാർ ഇത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ IAS-ഉം റദ്ദാക്കിയിട്ടുള്ളതാണെന്ന് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വ്യക്തമാക്കി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥാപനമാണ് സിറ്റി സിൽക്സ് എന്നാണ് അതിൻ്റെ പേര്. പാലാരിവട്ടം, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനമാണ് ഈ സിറ്റി സിൽക്സ്. അതിൻ്റെ ഉടമസ്ഥനാണ് KK യൂസഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ BV യൂസഫ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പറഞ്ഞ ആസിഫ് കെ യൂസഫ് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. 2015 ഇദ്ദേഹം സിവിൽ സർവീസിന് അപേക്ഷിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെടുന്ന OBC-കാരനാണ് എന്നും എൻ്റെ കുടുംബത്തിൻ്റെ, വ്യക്തിയുടെ അല്ല, കുടുംബത്തിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ വാർഷിക വരുമാനം 1,80,000 രൂപയിൽ താഴെയാണ് എന്നുമാണ് അദ്ദേഹം അന്ന് ഈ IAS-ന് സിവിൽ സർവീസിന് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത അപേക്ഷയ്ക്കകത്ത് കൊടുത്തിരുന്നത്. 1,80,000 താഴെയാണ്, അതുകൊണ്ട് ഞാൻ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ പെടുന്ന ആളാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിനും സിവിൽ സർവീസിലെ പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിനോട് ഇതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഈ താങ്കൾ അവകാശപ്പെടുന്നത് പോലെ എന്ത് രേഖയാണ് ഉള്ളത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അപേക്ഷ കൊടുത്തപ്പോൾ 1,80,000 പ്രതിമാസ വരുമാനം. അതിനെപ്പറ്റി ക്ലാരിഫിക്കേഷന് കേന്ദ്ര പേഴ്സണൽ വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അക്കോർഡിംഗ്ലി ദ ഡിപ്പാർട്ട്മെന്റ് വൈഡ്, ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിച്ചത് കേന്ദ്ര വകുപ്പാണ്.
Why its letter dated 20/5/2016 requested Sri Asif K. Yusuf to furnish correct position in response Sri K. Asif K. Yusuf wide email dated 26/5/2016 provided the income certificate dated 26/5/2016 issued by Tahsildar Kanayannur of his family stating that his annual family income is estimated rupees 1,80,000 only. Wide email dated 7/6/16 further informed that his family income is not in income tax limit. The candidate further submitted an undertaking wide email dated 9/6/16 as under. ഇത് ഞാൻ വായിച്ചേപ്പിക്കും. അദ്ദേഹം കേന്ദ്ര ഡിപ്പാർട്ട്മെന്റിന് അയച്ച പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന് അയച്ച ആ ഇമെയിൽ. I Asif K. Yusuf, son of Yusuf KK, rank number 215 and roll number so and so in civil service examination 2015, hereby declare that my parents, father, mother both, annual income for the last 3 consecutive years is rupees 1,80,000 and therefore they have not filed income tax for these years. എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും കൂടെ വാർഷിക വരുമാനം 1,80,000 താഴെ ആയതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി ഇമെയിൽ വഴി അറിയിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ചെറിയ സ്ഥാപനമല്ല. ഇവരുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ കണക്കനുസരിച്ച് ഇവരുടെ അസറ്റ് തന്നെ 73,73,84,644 രൂപയാണ്. ശ്രദ്ധിക്കണം, ചെറിയ കച്ചവടം നടക്കുന്ന സ്ഥാപനമല്ല. അവർ ഇൻകം ടാക്സ് കൊടുക്കുന്നതാണ്, കൃത്യമായി എല്ലാ വർഷവും കണക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ സർക്കാരിനെ കണയന്നൂർ തഹസിൽദാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ തഹസിൽദാരെ സ്വാധീനിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതാണിത്. ഈ നടപടിക്കെതിരെ ആസിഫ് യൂസഫ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 4 വർഷമായി സർക്കാരിന്റെ ഇരട്ടത്താപ്പും ഒത്തുകളിയും മൂലം 40 തവണയാണ് കേസ് അവധിക്ക് വെച്ച് നീട്ടിക്കൊണ്ടുപോകുന്നത്. പ്രഗത്ഭരായ IAS ഉദ്യോഗസ്ഥർ വഹിച്ചിരുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പദവിയിലേക്ക് പ്രൊബേഷൻ പോലും പൂർത്തിയാകാത്ത ഒരാളെ മുസ്ലിം ലീഗിന്റെ താൽപര്യപ്രകാരം തിരികെ കയറ്റിയത് അഴിമതി സുഗമമാക്കാനാണ്. ഏറ്റവും കൂടുതൽ നിയമപരമായ അപ്പീലുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നതിനാൽ വഞ്ചന നടത്തി പദവിയിലിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് എങ്ങനെ നീതിപൂർവമായ തീരുമാനം പ്രതീക്ഷിക്കാനാകും? സർക്കാർ ഈ തീരുമാനം പുനർപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി VHP കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വ്യക്തമാക്കി. ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ആ കുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടിയെ അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെയിലൊക്കെ ലഭ്യമായി കാണും. ഈ ആശുപത്രിയിലെ രേഖ പ്രസവ സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, അതാദ്യം മനസ്സിലാക്കണം. ആശുപത്രിയിലെ രേഖയുണ്ട്. ഈ രേഖ പ്രസവ സമയത്ത് ഡോക്ടർമാരും അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കുന്ന ഒരു രേഖയാണ്. ഇതിൻ്റെ ഫുൾ ഒറിജിനൽ സാധനമുണ്ട്, എൻ്റെ കയ്യിലല്ല, ഉണ്ട്. ഇത് അവിടുത്തെ ആ ആശുപത്രിയിലെ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ CHG മഹേശ്വർ ഖാർഗോൺ മധ്യപ്രദേശ് അറ്റസ്റ്റ് ചെയ്ത തന്ന പേപ്പറാണ്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 30/12/2009 5:50 ഒരു പ്രസവം നടന്നത്. ആരാ പ്രസവിച്ചത്? ജയസിംഗിൻ്റെ ഭാര്യ ലത പ്രസവിച്ചു. ആ കുട്ടിക്ക് അന്നത്തെ തൂക്കം 2 കിലോ 100 ഗ്രാം. ഗർഭത്തിൻ്റെ പ്രായം 34 ആഴ്ച. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഒന്നാമത്തെ പ്രസവമാണ് ആ ദമ്പതികളുടേത്. ആ അമ്മയുടെ ഒന്നാമത്തെ പ്രസവമാണ്, സിസേറിയൻ ആയിരുന്നു. ഇതിനേക്കാൾ കവച്ചു വെക്കുന്ന ഒരു രേഖ എങ്ങനെയാണ്? ഇത് രജിസ്റ്ററാണ്. ഇതിന് മുമ്പുള്ള പ്രസവങ്ങളും ഇതിന് ശേഷമുള്ള പ്രസവങ്ങളും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രജിസ്റ്ററിനകത്ത്. ആ രേഖ അടുത്ത ദിവസം ഹൈക്കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരുമത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വ്യാജരേഖകൾ ഹാജരാക്കി ആസൂത്രിതമായിട്ടാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. താൻ ഉൾപ്പെടെയുള്ള 5 പേരെ പ്രതികളാക്കി കേരള പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന FIR-ലെ വിവരങ്ങൾ പോലും വലിയ അബദ്ധങ്ങളും അടിസ്ഥാനരഹിതവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം പാവക്കുളത്തുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ V. ശ്രീകുമാറും പങ്കെടുത്തു.